നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ ഹോർമോൺ തകരാറ് മൂലം ഉണ്ടാകുന്ന ആർത്തവ പ്രശ്നം അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം PCOD, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഈസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ലാപ്രോസ്കോപ്പിക് ആൻഡ് ഗൈനക്കോളജി സർജൻ ഡോക്ടർ PN അജിത. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അത് എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്? പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇത് സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു എൻഡോക്രൈൻ ഡിസീസാണ്. അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഒക്കെ പറയുകയാണെങ്കിൽ ഈ അമിതഭാരം, പിന്നെ ആൻഡ്രജൻ ഹോർമോൺ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന രോമ വളർച്ച കൂടുതലാവുക, മുഖത്ത് ജാസ്തി കുരുക്കൾ ഉണ്ടാവുക, എണ്ണമയമുള്ള ചർമ്മം, പിന്നെ അമിതഭാരം, പിന്നെ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഇഫക്റ്റ് കൊണ്ട് വരുന്ന ഒരു കറുത്ത പിഗ്മെൻറ്റേഷൻ, കഴുത്തിലും കക്ഷത്തിലും ഈ സ്ഥലങ്ങളുടെ അടിയിലൊക്കെ വരുന്ന കറുപ്പ് കളറുള്ള പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. അത് ഓരോ പ്രായത്തിലും ഇത് വരുമ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുന്ന വിധം വ്യത്യാസമായിട്ടാണ് കാണുക. അപ്പോൾ ഈ കൗമാരക്കാരായ കുട്ടികളിൽ PCO വരുമ്പോൾ സാധാരണ അവർ നമ്മുടെ OP യിൽ വരുന്നത് ആർത്തവത്തിലുണ്ടാകുന്ന ക്രമക്കേടുകളും പിന്നെ ഈ രോമവളർച്ച, അമിതമായ രോമവളർച്ച കൊണ്ടാണ് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് യൗവനത്തിലുണ്ടാകുന്ന ഒരു വിവാഹിതയായ ഒരു സ്ത്രീ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകുന്നത് കൊണ്ട് മെയിൻ പ്രശ്നം അവർക്ക് വരുന്നത് വന്ധ്യതയാണ്. ഈ വിവാഹം കഴിഞ്ഞിട്ടും ഈ പ്രത്യുൽപാദനം ഉണ്ടാവുന്നില്ല, പിന്നെ ഈ മാർത്തവ ചക്രം ശരിയല്ല. പിന്നെ ഈ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോമിൽ സാധാരണ ഈ ആർത്തവം ശരിക്കും വരുന്നില്ല. അത് ആർത്തവം വരാതിരിക്കുകയോ അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ട് ആർത്തവം വരുമ്പോൾ അത് അമിതമായി രക്തസ്രാവം ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ ആർത്തവം വരികയാണെങ്കിൽ തന്നെ ഒരു 2-3 ദിവസം മാത്രം 2-3 തുള്ളിയായിട്ട് പോവുക. ഇതെല്ലാം സ്ത്രീകളെ അലട്ടുന്ന വലിയ പ്രശ്നമാണ്. ശരിക്കും വിവാഹത്തിൻ്റെ മുന്നേ ഈ ആർത്തവ പ്രശ്നം സാധാരണ അത്ര കാര്യമാക്കാത്ത ആൾക്കാരും ഉണ്ട്, പക്ഷെ അത് വലിയ പ്രശ്നമാക്കി വരുന്ന ആൾക്കാരും ഉണ്ട്. ഈ അണ്ടാശയത്തിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകൾ, ഈ ഹോർമോണിൻ്റെ ഇഫക്റ്റ് ഈ യൂട്രസിൻ്റെ ലൈനിങ് ഉണ്ട്, അതിൻ്റെ മേലെ ആക്ട് ചെയ്ത് അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ ആർത്തവം ഉണ്ടാകുന്നത്. ഇതിൽ അണ്ടാശയത്തിൽ നിന്ന് 2 അണ്ടാശയമാണ് സ്ത്രീകൾക്കുള്ളത്. ഈ 2 അണ്ടാശയത്തിനും മാറി മാറി അണ്ടോൽപാദനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൽ നമുക്ക് അണ്ടോൽപാദനം ശരിക്കും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ അണ്ടോൽപാദനം, ഈ ആർത്തവമൊക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറ് മുതൽ അണ്ടാശയം വരെയുള്ള പല സ്ഥലങ്ങളിലുള്ള ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ഹോർമോണുകളാണ്. ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് കൊണ്ട് അണ്ടാശയത്തിൽ ഫോളിക്കിൾ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഫോളിക്കിൾ ഉണ്ടാവും. അത് വലുതായി വന്ന് അതൊരു 22 സെൻറ്റിമീറ്ററിലും കൂടുതലൊക്കെ ആകുമ്പോൾ അത് പൊട്ടി അണ്ടം പുറത്ത് വരണം. ഈ അണ്ടം പുറത്ത് വന്നാൽ ശരീരത്തിൽ ഈ ഹോർമോൺ മില്യു തന്നെ മാറുന്നു. അപ്പോൾ അത് യൂട്രസിൻ്റെ മേലെ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടായിട്ട് അങ്ങനെയാണ് ആർത്തവം ഉണ്ടാകുന്നത്. പക്ഷേ ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിൽ ഈ അണ്ടം പൊട്ടി പുറത്ത് വരുന്നില്ല, അത് ഒരേ ലെവലിൽ തന്നെ നിൽക്കുന്നത്. അത് ഈ ആൻഡ്രജൻ ഹോർമോൺസ് കൂടുതൽ ഉണ്ടാകുമ്പോൾ ഈ ആൻഡ്രജൻ ഈ ഫോളിക്കിളിനെ വലുതാവാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരേ ലെവലിൽ ഉണ്ടാകുന്ന കുറേ ഫോളിക്കിൾസ് നമ്മൾ കാണും. അതാണ് നമ്മൾ സ്കാൻ വഴി നോക്കിയിട്ട് ഈ പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്നത്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് കണ്ണൂരിനാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 2-3 മാസമായി ശരിക്കും മാസം അറിയില്ല. ഒരു കുട്ടിയുണ്ട്. 2-3 മാസമായിട്ട് ഒരു കുട്ടിയുണ്ട്. ഒരു കുട്ടിയുണ്ടോ ഡോക്ടർ? എനിക്ക് അമിതമായ രോമ വളർച്ചയാണ്. ഇതെന്തിനുണ്ടോ ഡോക്ടർ പരിഹാരം? അമിതമായ രോമ വളർച്ചയുണ്ട്. 2-3 മാസമായിട്ട് ആർത്തവമില്ല. അമിതമായ രോമ വളർച്ച, ആർത്തവമില്ല. ശരീരഭാരം കൂടിയിട്ടുണ്ടോ? ശരീരഭാരം ഏകദേശം 50 കിലോ വരെ ഉണ്ട്. ഇത് പിന്നെ നിങ്ങളുടെ ലക്ഷണങ്ങൾ കേട്ട് ശരിക്കും ഒരു പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസുമായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് പറഞ്ഞ ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഇപ്പോൾ തടി കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് അമിതവണ്ണം ഉണ്ടെങ്കിൽ ഈ വണ്ണം കുറയ്ക്കുമ്പം തന്നെ ശരീരത്തിലെ ആൻഡ്രജൻ ഹോർമോൺസിൻ്റെ ലെവലെല്ലാം കുറയുകയും സാധാരണഗതിയിൽ അണ്ടോൽപാദനം ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് അമിതമായ രോമ വളർച്ച ഉണ്ട്, അതെങ്ങനെയാണ് പരിഹരിക്കുക? അമിതമായ രോമവളർച്ച ഈ ആൻഡ്രജൻ ലെവൽ കൂടുകയാണ്. ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമിൽ ഈ ആൻഡ്രജൻ ലെവൽ കൂടുമ്പം അത് ശരിക്കും അതിൻ്റെ അളവ് ശരിക്കും സാധാരണ നമ്മളെ ശരീരത്തിൽ കുറച്ച് ആൻഡ്രജൻസ് ഉണ്ടാകും, പക്ഷെ അത് ഒരു പുരുഷന്മാരുടെ ആൻഡ്രജൻ ലെവൽസിൽ ആ ലെവലിൽ എത്തുമ്പോഴാണ്
ഈ അമിത രോമവളർച്ച ഉണ്ടാകുന്നത്. ഈ സാധാരണ കാണുന്നതിനേക്കാളും കൂടുതൽ ആൻഡ്രോജൻസ് കാണുമ്പോൾ. അപ്പോൾ ഈ അമിത രോമവളർച്ച എന്ന് വെച്ചാൽ ഈ താടീൻ്റെ മേലെയും ഈ മേൽചുണ്ടിൻ്റെ മേലെ, നെഞ്ചത്ത്, വയറിൻ്റെ മേലെ, ഇവിടെ എല്ലാം തടിച്ച രോമങ്ങൾ ഉണ്ടാവുക. ഇത് രോമങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് മരുന്നുകൊണ്ട് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വെയിറ്റൊക്കെ കുറയ്ക്കുക, നമ്മുടെ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഇത് ഹോർമോൺസ് കൺട്രോൾ ചെയ്താലും ഈ രോമം പോയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വന്നു കഴിഞ്ഞ രോമം നമ്മൾ പിന്നെ അത് പ്രോഗ്രസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുകയാണ് ചെയ്യുക. ഇത് ശരിക്കും അമിത രോമ വളർച്ച നമുക്ക് കളയണമെങ്കിൽ ഇപ്പോൾ ശരിക്കും നമ്മൾ ഇലക്ട്രോളിസിസ് മാതിരി എന്തെങ്കിലും ബ്യൂട്ടി പാർലറിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വന്ന രോമങ്ങളൊക്കെ കളയുക. പിന്നെ വരാതിരിക്കാൻ ഇതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇത് യഥാർത്ഥത്തിൽ ഗൈനക്കോളജി പ്രശ്നമാണോ എൻഡോക്രൈനോളജി പ്രശ്നമാണോ? ഇത് പലരിടത്തും എല്ലാ സ്പെഷ്യാലിറ്റിക്കുള്ള പ്രശ്നമാണ് ശരിക്കും. ഇപ്പോൾ രോമവളർച്ച കൂടുതൽ അലട്ടുന്നുണ്ടെങ്കിൽ അവർ നേരെ പോകുക ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്താണ്. പിന്നെ അതേമാതിരി തന്നെ മുഖക്കുരുവാണ് പ്രശ്നം. അപ്പോൾ ഡെർമറ്റോളജിസ്റ്റിന് അതിൻ്റെ ഒരു മെയിൻ പോളിസിസ്റ്റിക് ഓവറീസ് പ്രസൻറ്റ് എങ്ങനെയായിട്ടാണ്. ഈ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരെ ഈ ആർത്തവം വരാത്ത പ്രശ്നമോ അല്ലെങ്കിൽ ആർത്തവത്തിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ കൊണ്ട്, നേരെ മറ്റൊരു ഒബ്സെട്രീഷൻ, അത് ഡെലിവറി പ്രശ്നം വരികയാണെങ്കിൽ ഈ ഗർഭം ധരിച്ചാലും തന്നെ ഈ എബോഷൻ റേറ്റ് വളരെ കൂടുതലാണ് ഈ പോളിസിസ്റ്റിക് ഓവറി. അപ്പോൾ ഈ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ അത് വളരെ കൂടുതലാണ്. പിന്നെ വന്ധ്യത ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ അപ്പോൾ അതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒബ്സെട്രീഷൻ്റെ അടുത്തൊക്കെ പോകുന്നത്. പിന്നെ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ഡയബറ്റിസ്, ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്താണ് പിന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ്, അങ്ങനെയൊക്കെ ഇതെല്ലാം ഇതെന്ന് വെച്ചാൽ എല്ലാ സ്പെഷ്യലിസ്റ്റിനും അതാണ്. ഇതൊരു ഹെട്രോജീനസ് ഡിസീസാണ്, പലരിടത്തും പല രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ തോത് ഇപ്പോൾ കൂടി വരുന്നത്? ഇത് ഞാൻ പറഞ്ഞൊരു ജീവിതശൈലി രോഗമാണ്. അപ്പം നമ്മുടെ ഭക്ഷണ രീതിയിലും പിന്നെ ജീവിതശൈലിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു പ്രധാന ഘടകമാണ് ശരിക്കും. പിന്നെ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ, പിന്നെ വ്യായാമമില്ലായ്മ, പിന്നെ കുറേ സെഡൻറ്ററി ലൈഫ്, ഇതൊക്കെ ആകുമ്പോൾ ഭാരം കൂടാനും അങ്ങനെ ഈ പോളിസിസ്റ്റിക് ഓവറീസ് വരാനും ഒരു പ്രധാന കാരണം ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ഇത് കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് മാസമുറ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അഡ്വൈസ് ചെയ്യുക ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ഈ ഭക്ഷണ രീതി നിയന്ത്രിക്കുക, ഈ സ്വീറ്റ്സ് ഒക്കെ കുറയ്ക്കുക, അരി ഭക്ഷണം കുറച്ച് കുറയ്ക്കുക, വ്യായാമം റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക, പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് ഇതെല്ലാം വളരെ കൂടുതൽ ഫാസ്റ്റ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതെല്ലാം ഒഴിവാക്കാനാണ് പറയാറ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ മുംബൈയിൽ നിന്ന് വിളിക്കുക, രജനി. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. രജനി പറയൂ. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയാ ചോദിക്കുന്നത്. മോൾക്ക് എത്ര വയസ്സായി? 21 ഇയേഴ്സ് ഇപ്പോ. അവൾക്ക് മുഖത്ത് നിറച്ച് ഇങ്ങനെ കുരുക്കൾ വരിക, പിന്നെ ദേഹത്തും കുറച്ച് ചെറുതായിട്ട് നെഞ്ചിന്റെ സൈഡിലൊക്കെ കുറേശ്ശെ കുരുക്കളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഡോക്ടറെ ഇങ്ങനെ കാണിച്ചായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ തൈറോയിഡൊക്കെ ചെക്ക് ചെയ്യാൻ. തൈറോയിഡൊക്കെ ചെക്ക് ചെയ്തപ്പോ അത് ബോർഡർ ലൈനിലാത് പറഞ്ഞു. പിന്നെ എന്തോ തൈറോയിഡിന്റെ തന്നെ ചെറിയൊരു ഗുളികയും തന്നായിരുന്നു, അത് കണ്ടിന്യൂ. പക്ഷെ ഇപ്പോഴും കുരുവൊക്കെ വരുന്നുണ്ട്. ആർത്തവൊക്കെ എങ്ങനെയാണ്? അത് ഇപ്പൊ നോർമലായിരുന്നു. ആദ്യം 1 വർഷം മുമ്പ് വരെ 2 മാസം അങ്ങനെയൊക്കെ ഇതായിരുന്നു, ഡിഫറൻസിൽ വന്നുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് 5-8 മാസമായിട്ട് കണ്ടിന്യൂസ് മന്ത്ലി വരുന്നുണ്ട്. തടി കൂടുതലാണോ? മീൻസ് മുഖം ഇത്തിരി തടിച്ചിട്ടാണ്, ദേഹമൊക്കെ നോർമൽ. ഇപ്പൊ 51 kg ഉണ്ട്. മാരീഡ് ആണോ? അല്ല, മാരീഡ് അല്ല. അപ്പോൾ ഇത് എല്ലാ മുഖക്കുരുവും ഈ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം കൊണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്യണം. ഡെർമറ്റോളജിസ്റ്റിനെ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ ഒരു 3 മാസം വരെയും അത് നോർമൽ പോയതായിരുന്നു, മീൻസ് കുറവായിട്ട് നന്നായിട്ട് വന്നതായിരുന്നു. പിന്നെ വീണ്ടും അത് വല്ലാണ്ട് കൂടുതലായപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ മറ്റ് ഡോക്ടറെ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറീസ് ആണോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ അതിനൊരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് സ്കാൻ ചെയ്തൊക്കെ നോക്കണം. ബാക്കി ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്ത് നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നത്. നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കൂടെ കാണിച്ചു നോക്കൂ. വിളിച്ചിരുന്ന നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. എവിടെന്നാണ് വിളിക്കുന്നത്?
ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ പേര് ലിയ. എനിക്ക് 45 ദിവസം അതിന് മേളിലേക്കാണ് പീരീഡ്സ് ആവുന്നത്. 45 ദിവസത്തിന് മേളിലേക്കാണ് പീരീഡ്സ് ആവുന്നത്. സാധാരണ അങ്ങനെ തന്നെയാണോ ആദ്യം മുതലേ? ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. ഞാൻ എത്ര പ്രായമായി? 22 വയസ്സ്. വിവാഹിതയാണോ? അല്ല അല്ല. അപ്പം അതെന്തെങ്കിലും ഹോർമോണിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്താ? ഈ സാധാരണഗതിയിൽ ആർത്തവം നമ്മൾ നോർമൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 28 ദിവസം കൂടുമ്പോൾ വരുന്ന സൈക്കിൾസാണ്. പക്ഷേ ചിലർക്ക് അത് നീണ്ടു പോകാം. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യവും ഈ 40-45 ദിവസം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അണ്ടോൽപാദനമൊക്കെ ശരിക്കും നടക്കുന്നുണ്ട്. അപ്പം സൈക്കിൾസ് കുഴപ്പമില്ല. പക്ഷെ അതിലും വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ മാത്രം ഒരു കൺസൾട്ടേഷൻ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇത് PCOD ആണെന്ന് സ്ഥിരീകരിക്കാനുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ സ്കാനുകൾ എന്തൊക്കെയാണ്? ഈ PCOD നമ്മുടെ ശരിക്കും ആദ്യം ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെ. ഇപ്പോൾ അവർ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ നമുക്ക് ഈ ആർത്തവത്തിൻ്റെ പ്രശ്നങ്ങൾ, വെയിറ്റ് കൂടുന്ന പ്രശ്നങ്ങൾ, ആർത്തവം വരാതിരിക്കുക, പിന്നെ വരികയാണെങ്കിൽ തന്നെ കുറച്ച് ആർത്തവം ഒളിഗോമെനോറിയ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടാകും. പിന്നെ വെയിറ്റ് കൂടുതലുണ്ടാവുക, ശരിക്കും ബോഡി മാസ് ഇൻഡെക്സ് 30 ഒക്കെ 25-30 ഇടയിലാണ്. നമ്മൾ ഓവർ വെയിറ്റ് 30 കൂടുതലാണ് ഒബീസിറ്റി എന്നൊക്കെ പറയും. സാധാരണ നോർമലി ഒരു 25 റൗണ്ട് വെക്കണം. പിന്നെ ഇത് കല്യാണം കഴിച്ച സ്ത്രീകൾക്കാണെങ്കിൽ ഇപ്പം ഈ അണ്ടോൽപാദനത്തിൻ്റെ പ്രശ്നം, പിന്നെ ബയോകെമിക്കൽ ടെസ്റ്റുകളൊക്കെ ഉണ്ട്, കുറച്ച് ഹോർമോൺ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ സ്കാനാണ് മെയിൻ ഡയഗ്നോസിസ്. സ്കാൻ ചെയ്യുമ്പോൾ ഈ അണ്ടാശയത്തിൻ്റെ ഘടനയിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഈ പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫോളിക്കിൾസ് വലുതായി വരുമ്പോൾ ഈ ഫോളിക്കിൾസ് പൊട്ടാതെ നിൽക്കുക ചെയ്യുക. എന്താ വെച്ചാൽ ഈ ആൻഡ്രജൻ്റെ ഹോർമോൺ അംശം കൂടുതലുള്ളതുകൊണ്ട് ഇത് വലുതാവാനും അണ്ടം പുറത്തു വരാനും സമ്മതിക്കില്ല. അപ്പോൾ ഒരേ ലെവലിലെ ഫോളിക്കിൾസ് ഈ ഓവറിൻ്റെ ചുറ്റുമായിട്ട് കാണും. നമ്മളത് നെക്ലേസ് പാറ്റേൺ പറയും. ആ ലെവൽ അങ്ങനെ കാണുന്ന അത് പിന്നെ സ്കാൻ വഴി ബൾക്കി വൈറ്റിൽ ഓവറീസും ഈ പോളിസിസ്റ്റിക് പാറ്റേണും കാണാറുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവല്ലേ? ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കുവൈറ്റിൽ നിന്നാണ് മാഡം വിളിക്കുന്നത്. എൻ്റെ ഒരു മായെന്നാ. ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്കാണെങ്കിൽ ഇത് ആർത്തവം കറക്റ്റായിട്ട് വരുന്നില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്തിൽ വരുന്നത് ഒരു 15 ഡേയ്സ് ഒക്കെ ഡിഫറൻസ് ആയിട്ടും ചില മാസം വരാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മായ വിവാഹിതയാണോ? അതെ, വിവാഹിത. ഒരു കുട്ടിയുണ്ട്. എത്ര കുട്ടികളുണ്ട്? ഒരു കുട്ടിയുണ്ട്. 1 വർഷം മുമ്പ് അബോർഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നത്. എനിക്ക് ഡോക്ടറെ പോയി കണ്ടപ്പോ ഇങ്ങനെ ഒരു പോളിസിസ്റ്റിക് ഓവറിയുടെ സൈൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു ഫസ്റ്റ് ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണോ അതോ അപ്പം നിങ്ങൾക്ക് സാധാരണ നമുക്ക് മെൻസസ് വരാതിരിക്കുമ്പോൾ ഒരു ഹോർമോൺ ടാബ്ലറ്റ് കൊടുത്തിട്ട് മെൻസസ് വരുന്നതാണ്. പക്ഷെ അത് ട്രീറ്റ്മെൻ്റ് അല്ല. അത് നമുക്ക് ആ ഒരു പിന്നെ മെൻസസ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം ഇനിയൊരു കുട്ടി ജനിക്കണമെങ്കിൽ അണ്ടോൽപാദനം ഉണ്ടാവണം. അപ്പോൾ അതിനൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് വേറെ തന്നെ എടുക്കണം. ഇപ്പോൾ ഈ ഹൈപ്പർ ഇൻസുലിനിമിയ ഒരു കോമൺ ഫാക്ടറാണ്. ഈ പോളിസിസ്റ്റിക് ഓവറീസ് ഒരു കാരണമാണ് ഹൈപ്പർ ഇൻസുലിനിമിയ. അപ്പോൾ സാധാരണ മെറ്റ്ഫോമിൻ തുടങ്ങിയ ഗുളികകളൊക്കെ കൊടുക്കാറുണ്ട്. മാത്രമല്ല ഇത് ബ്ലീഡിംഗ് ഒക്കെ ശരിക്കും ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുളികകളുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് അണ്ടോൽപാദനം ഉണ്ടാവാനുള്ള മരുന്നുകളും കൊടുക്കാറുണ്ട്. ഏറ്റവും പ്രധാനം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ഒരു വ്യായാമം വേണം, ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം വേണം. ഒരു 50% ഭക്ഷണം വെജിറ്റേറിയൻ ആക്കണം. പിന്നെ ബാക്കി നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക. പിന്നെ ഫാസ്റ്റ് ഫുഡും നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ നിയന്ത്രിക്കുക. ശരിക്കും ഒരു ഈ ജിമ്മുമായിട്ട് സ്ഥലങ്ങളിലൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിലും ശരിക്കും ഏറ്റവും നല്ല വ്യായാമം നമുക്കുള്ള സ്ഥലത്ത് ഒരു അരമണിക്കൂർ നടക്കുക. അതൊരു വളരെ നല്ലൊരു വ്യായാമമാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, PCODക്കുള്ള ചികിത്സ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? PCODക്കുള്ള ചികിത്സ ഇപ്പം ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഈ മെറ്റ്ഫോമിൻ മറ്റ് ഗുളികളൊന്നും കൊടുക്കാറില്ല. സാധാരണ പറയുക ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ഇപ്പം ഈ പണ്ടത്തെ കാലത്തൊക്കെയാണ് നമുക്ക് ഒരു പെട്ടി മുട്ടായി ഒരു വീട്ടിൽ കൊണ്ടുവന്നാൽ അതെല്ലാവരും കൂടി എടുക്കുമ്പോൾ അധികം ആരും കഴിക്കും. പക്ഷേ ഇപ്പോൾ കുട്ടികൾ ഒരു പെട്ടി മുട്ടായി ഉണ്ടെങ്കിൽ ആ പെട്ടി മുട്ടായി മുഴുവൻ കുട്ടികൾ കഴിക്കും. ഇപ്പോഴാണ് ഒരുപാട് നല്ല സ്വീറ്റ്സൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതേമാതിരി ഫാസ്റ്റ് ഫുഡും ഇങ്ങനെയൊക്കെ ആ ഭക്ഷണ രീതി വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. ഈ പുറത്ത് ഗൾഫ് കൺട്രീസിൽ വരുന്ന കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട് അങ്ങനെ അമിതവണ്ണം വളർച്ചയൊക്കെ കൂടുതലായിട്ട്. അപ്പോൾ മെയിൻലി അത് എക്സസൈസ് പണ്ടത്തെ മാതിരി ഔട്ട്ഡോർ ഗെയിംസും കുട്ടികൾ വൈകുന്നേരം കളിക്കുന്ന ഇതൊന്നുമില്ല. ഇപ്പോൾ ട്യൂഷനും ഇതെല്ലാമായിട്ട് സമയമില്ല അതിനൊന്നും. അപ്പോൾ ഔട്ട്ഡോർ ഗെയിംസ് എന്തെങ്കിലും ഫോം ഓഫ് എക്സസൈസ് എൻകറേജ് ചെയ്യുക. പിന്നെ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുക. ഒരു
ശരിക്കും ഒരു ഹെൽത്തി ഡയറ്റ് കൊടുക്കണം കുട്ടികൾക്ക്. കുറേ വെജിറ്റബിൾസും പിന്നെ മറ്റേ ഫാസ്റ്റ് ഫുഡൊന്നും ഇല്ലാത്ത ഈ വറുത്തതും പൊരിച്ചതൊക്കെ കുറച്ച് കുറയ്ക്കുക. അതേമാതിരി സോഫ്റ്റ് ഡ്രിങ്ക്സും. പിന്നെ കുട്ടികൾക്ക് നമുക്കങ്ങ് സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ കഴിയുന്നത്ര നമ്മൾ നിയന്ത്രിക്കുക. വല്ലപ്പോഴൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാ വീട്ടിൽ ബേക്കറി ഐറ്റംസൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതൊക്കെ നിർത്തുക. അപ്പോൾ കുട്ടികൾക്ക് മെയിൻലി അങ്ങനെയാണ് പറയാറുള്ളത്. പിന്നെ ഈ യൗവനത്തിൽ വരുന്ന സ്ത്രീകൾക്ക് പിന്നെ ഈ അണ്ടോൽപാദനം ഇല്ലാത്ത പിന്നെ വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വരുമ്പോൾ ശരിക്കും അതിനായിട്ട് ഈ പോളിസിസ്റ്റിക് ഓവറിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. മെറ്റ്ഫോമിൻ മറ്റ് ഗുളികളൊക്കെ ഉണ്ട്. അതല്ലാണ്ട് അണ്ടോൽപാദനം ഉണ്ടാക്കാനുള്ള മരുന്നുകളും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അവർക്ക് മെയിൻ ആ ഒരു പീരീഡിൽ മെയിൻ ഒരു ഗർഭം ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഓവുലേഷൻ ഡ്രഗ്സ് കൊടുക്കാറുണ്ട്. പിന്നെ അതിന് ഓവുലേഷന് വേണ്ടിയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തൊരു ഗർഭം ഉണ്ടാക്കാം. പക്ഷേ ഗർഭിണി ആയിരിക്കുമ്പോഴും ഈ മെറ്റ്ഫോമിൻ മറ്റ് എന്തെങ്കിലും ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ള സ്ത്രീകൾക്ക് ഇത് എബോർഷൻ ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ പ്രിക്കോഷൻസും എടുക്കണം. ഡോക്ടർ, ഈ PCODൻ്റെ ചികിത്സ നീണ്ടു പോകുന്നതിൻ്റെ കാരണം എന്താണ്? അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ഇപ്പോൾ ചെറിയ പ്രായത്തിലെ കുട്ടികളാണെങ്കിൽ ഈ ശരിക്കും എനിക്ക് പേഷ്യൻസ് ആരെങ്കിലും വരുമ്പം അവരുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ വല്ലാണ്ട് തടിച്ച കുട്ടികളെ കാണുമ്പോൾ ഞാനപ്പം പറയുന്നത് കുട്ടീനെ തടി നിയന്ത്രിക്കണം എന്നൊക്കെ. ആ ഒരു പിന്നെ ഒന്നാമത് ഞാൻ പറയും ലൈഫ് സ്റ്റൈൽ ഇതുകൊണ്ടാണ് ഇതിൻ്റെ തോത് കൂടി വരുന്നുണ്ട്. കാരണം കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് വളരെ കൂടുതലാണ്. ശരിക്കും നമ്മുടെ ഒരു ഒരു ദിവസം തന്നെ OP ഇരിക്കുകയാണെങ്കിൽ ഒരു 3-4 പേഷ്യൻസൊക്കെ കാണും. PCO തിരക്കുള്ള ഒരു OP ഒക്കെ ആണെങ്കിൽ. പിന്നെ ഈ വന്ധ്യത ക്ലിനിക്കിലൊക്കെ വരുന്ന ഒരു 80%-ലേറെയും പേഷ്യൻസ് അണ്ടോൽപാദനം ഇല്ലാണ്ട് വരുന്ന പേഷ്യൻസ് മിക്കവാറും ഈ PCO പേഷ്യൻസാണ്. അപ്പോൾ അത് അത്രയും കൂടി വരാനൊരു കാരണം ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിച്ചാൽ ശരിക്കും നമുക്ക് ചെറുതിലേ ഇത് നിയന്ത്രിച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. കാരണം ഇതിന് വല്ലാണ്ട് പിന്നെ ഇതിൻ്റെ ഇഫക്റ്റ് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് വരികയാണെങ്കിൽ അവർ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് മെൻസസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ പ്രത്യുൽപാദനമൊന്നും പ്രശ്നം വരുന്നില്ല. അപ്പോൾ അത് വൺ റീസൺ അത് അത്ര ശ്രദ്ധിക്കാണ്ട് പോണതാണ്. നമുക്ക് ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ PCOD കാരണം ഉണ്ടാകുന്ന മറ്റ് ചേഞ്ചസ്, ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ലോങ് ടേം ഇഫക്റ്റ് ഈ PCOD ഇല്ല പേഷ്യൻസിന് ഭാവിയിൽ നമുക്ക് ഡയബറ്റിസ്, പിന്നെ അമിത ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ കൂടുക, പിന്നെ ഹാർട്ട് ഡിസീസ്, ഹൃദ്രോഗം, ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ രക്തത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതും ശരീരത്തിൻ്റെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിലൊക്കെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഇൻസുലിൻ ഹോർമോണിൻ്റെ ഒരു കാര്യക്ഷമത ഇല്ലായ്മ. അതുകൊണ്ടാണ് ഈ പല ചേഞ്ചസും വരുന്നത്. അതുകൊണ്ടാണ് ഈ എല്ലാ ഡിസീസും ഇങ്ങനെ ഒരൊറ്റ ഇതായിട്ട് ഇങ്ങനെ ഒരേ ചെറുതിൽ കോർത്ത് നിൽക്കുന്ന പ്രധാന ഹേതു ഇൻസുലിനാണ്. അപ്പോൾ ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മളത് നേരത്തെ എല്ലാം കൺട്രോൾ ചെയ്യണം പറയുന്നത്. ഈ PCOD ഉള്ളവർക്ക് അബോർഷൻ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. ഇത് നിയന്ത്രിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? അത് അബോർഷൻ റേറ്റ് കൂടുതൽ നമ്മൾ PCO ഇപ്പോൾ മെറ്റ്ഫോമിനൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അത് പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഈ പ്രൊജസ്ട്രോൺ സപ്പോർട്ട് കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ചെയ്തു വരുന്നത്. ഇൻഫെർട്ടിലിറ്റിക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്? ഇൻഫെർട്ടിലിറ്റിക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അണ്ടോൽപാദനം ഉണ്ടാവുന്നില്ല. അപ്പോൾ അണ്ടോൽപാദനം ഉണ്ടാകാനുള്ള മരുന്നുകൾ കൊടുക്കും. ഓവുലേഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ അണ്ടോൽപാദനം മരുന്നുകൊണ്ട് ഗുളികകൾ കൊണ്ട് ശരിക്കും 6 മുതൽ ഒരു 4-6 സൈക്കിൾസൊക്കെ കൊടുത്തിട്ടും അണ്ടോൽപാദനം ശരിക്കും ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് അണ്ടോൽപാദനം ഇഞ്ചെക്ഷൻസും ഉണ്ട്. ഇഞ്ചെക്ഷൻസും കൊടുക്കാം. പക്ഷേ ഇഞ്ചെക്ഷൻസൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിന് പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യണം. സ്കാനൊക്കെ ചെയ്ത് പേഷ്യൻറ്റിനെ മോണിറ്റർ വളരെ ആ ഒരു സെറ്റപ്പിൽ ഇഞ്ചെക്ഷൻസൊക്കെ കൊടുക്കുകയുള്ളൂ. അങ്ങനെ അണ്ടോൽപാദനം ഉണ്ടാക്കുക, അതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന് ചിലർക്ക് ഈ ഹോർമോൺസിനെ കൊണ്ട് ഇഫക്റ്റ് ഇല്ലെങ്കിൽ മാത്രം ഈ ഫോളിക്കുലർ പങ്ക്ചറിങ് എന്ന് പറയും. ലാപ്രോസ്കോപ്പിക് ഫോളിക്കുലർ പങ്ക്ചറിങ്, ലാപ്രോസ്കോപ്പി താക്കോൽദ്വാര ശസ്ത്രക്രിയ വഴി ഈ ഫോളിക്കിൾസിനെ പങ്ക്ചർ ചെയ്യും. അപ്പോൾ ഈ ഹോർമോൺ ഈ ആൻഡ്രജൻ ലെവൽസൊക്കെ കുറയും. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഓവുലേഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. മാത്രമേ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസ് അവർക്ക് അമിതഭാരമൊക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനും പറയും. ശരിക്കും വെയിറ്റ് കുറയുമ്പോൾ സാധാരണഗതിയിൽ ഗർഭധാരണം നടത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ശരിക്കും ഒരു 10% വെയിറ്റൊക്കെ കുറഞ്ഞ് വന്നാൽ 4-5 കിലോ ഒക്കെ കുറയുമ്പോൾ ശരിക്കും ആർത്തവ ചക്രം ശരിയാവുകയും അണ്ടോൽപാദനം നോർമലി ആവുകയും ചെയ്യുകയും അപ്പോൾ അതുവഴി ശരിക്കും സാധാരണഗതിയിൽ ഗർഭധാരണം ധരിക്കാനുള്ള ചാൻസസ് വരുന്നുണ്ട്. നമുക്ക് കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ.
ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. എവിടുന്നാണ് വിളിക്കുന്നത്? ഹരിപ്പാട് നിന്ന് ബിന്ദുവാ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, എന്താ സിന്ധു പറയൂ. ഡോക്ടർ ബിന്ദു ആണ്. ഞാന് എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണേ. എന്റെ മകളുടെ ആർത്തവം കറക്റ്റ് അല്ല. എത്ര വയസ്സായി മകൾക്ക്? 16 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആർത്തവം തുടങ്ങിയിട്ട് എത്രയായി? അത് 4ാം ക്ലാസ് സ്കൂൾ അടച്ചപ്പോഴേ കഴിഞ്ഞു. 9 വയസ്സായപ്പോഴേ ആയായിരുന്നു. അപ്പൊ മോൾക്കാണെങ്കിൽ ഡിസ്ചാർജ് ഉണ്ട്. ആർത്തവം ശരിയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ എല്ലാ മാസവും വരുന്നില്ല? ഡേറ്റ് കറക്റ്റ് അല്ല. ഇപ്പൊ ഈ മാസം 24-ാം തീയതി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം 10 അങ്ങനെയൊക്കെയുള്ള ഡിസ്റ്റൻസിലാ വരുന്നത്. ആള് മെലിഞ്ഞിട്ടാ. അല്ല, ഒരു 2 ആഴ്ചയൊക്കെ വ്യത്യാസമൊന്നും പ്രശ്നമാക്കണ്ട. ശരിക്കും നമുക്ക് ഈ മാസം ഒരു 21 ദിവസത്തിന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ മാത്രമേ അത് ബുദ്ധിമുട്ടുള്ളൂ. 2 ആഴ്ചയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ബുദ്ധിമുട്ടില്ല. ഒരു 10 ദിവസം 12 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ അത് പ്രശ്നമാക്കണ്ട. അമിതമായ രക്തസ്രാവം ഉണ്ടാവും. എന്നാ പിന്നെ വിളർച്ചയ്ക്ക് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എനിക്കാണ് പേടി, കുഞ്ഞിലേ വന്നായിരുന്നല്ലോ ഇത്. അപ്പൊ അതിന്റെ ആണോ എന്നുള്ള ഒരു ഇതുണ്ട്. ചെറുപ്പത്തിലെ അതുകൊണ്ടുള്ള വല്ല പ്രശ്നമാണോ? ഇല്ല, ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് കുട്ടികൾക്ക് വളരെ നേരത്തെ, പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം നേരത്തെ തന്നെ ആർത്തവം തുടങ്ങുന്നുണ്ട്. അത് ഇതിനൊരു കാരണമല്ല. അത് ശരിക്കും നമ്മൾ നല്ല നല്ല ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ തന്നെ ചെയ്താൽ മതി. വല്ലാണ്ട് ജാസ്തി രക്തപ്പോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അയൺ ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമുള്ളൂ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എങ്ങനെയുള്ള വ്യായാമ മുറയാണ് PCOD ഉള്ളവർക്ക്? വ്യായാമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അരമണിക്കൂർ നടക്കൽ എല്ലാ ദിവസവും. ഞാൻ സാധാരണ പേഷ്യൻസോട് അതാ പറയുന്നത്. ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ അത് ഒരു ഹാഫ് ആൻ അവർ കണ്ടിന്യൂസ്ലി നടക്കുക. അത് ശരിക്കും നല്ല ഇഫക്റ്റ് കാണാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും എറോബിക് എക്സസൈസസ് അത് പറ്റുന്ന വിധത്തിൽ ചെയ്യണം. ഭക്ഷണക്രമം എങ്ങനെയാണ്? ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. മിക്കവാറും കുട്ടികൾ ഇപ്പം പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഓവുലേഷൻ പ്രോബ്ലം, മെൻസസിൻ്റെ പ്രശ്നം കുറേ വരുന്നത്. എനിക്ക് തോന്നുന്നു അത് അവരുടെ ഡയറ്റിൻ്റെ ഇഫക്റ്റ് ആയിരിക്കും. അവർ പിന്നെ പുറത്തുനിന്നില്ല ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോഴും പിന്നെ ഫാസ്റ്റ് ഫുഡ്സും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും ഇതെല്ലാം, അതിലെല്ലാം ഉള്ള പല ഘടകങ്ങളും ഈ പോളിസിസ്റ്റിക് ഓവറീസിന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഡോക്ടർ, സമയോടെ പൂർണ്ണമായി PCOD യെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.